വിൽപ്പനക്കാരൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നു. വൈറലായിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വയം വിശേഷണം. താനൊരു ചായ വിൽപ്പനക്കാരനാണെന്ന കാര്യം തുറന്നു പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. ഇറ്റലിയിലെ ഒരു പൊതുപരിപാടിയിൽ സ്വയം ചായ വിൽപ്പനക്കാരനെന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോമിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ചടങ്ങിലായിരുന്നു മോദിയുടെ പരാമർശം. അന്താരാഷ്ട്ര ചായ ദിന ആഘോഷ പരിപാടികൾക്ക് മുന്നോടിയായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. താൻ ചായ്വാല ആണെന്ന് പറഞ്ഞ മോദി ഇന്ത്യയുടെ ചായ സംസ്കാരത്തെക്കുറിച്ചും സംസാരിച്ചു. നാളെ നിങ്ങൾ ചായ ദിനം ആഘോഷിക്കാൻ പോവുകയാണ്. ചായ ദിനം ആഘോഷിക്കാൻ ഒരു ദിവസം മുൻപേ തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു ചായ്വാല, ഒരു ചായ വിൽപ്പനക്കാരൻ വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ചായ ഇനങ്ങൾ വിശാലമാണ്. ഇന്ത്യയുടെ ചായയുടെ ശക്തിയും മികച്ചതാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കയ്യടിയോടെയും പൊട്ടിച്ചിരിയോടെയുമാണ് മോദിയുടെ പരാമർശത്തെ കാണികൾ സ്വീകരിച്ചത്. ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് 2026 അഗ്രികോള മെഡലും നൽകി ആദരിച്ചു. ഈ ആദരം എനിക്ക് മാത്രമുള്ളതല്ല, ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കാർഷിക ശാസ്ത്രജ്ഞർ, മറ്റ് തൊഴിലാളികൾ എന്നിവർക്കുള്ളതാണ്. ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കുള്ള ആദരവാണിത്. പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. 5 ദിവസത്തെ വിദേശ പര്യടനത്തിനു ശേഷം പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. മെയ് 15 ആരംഭിച്ച പര്യടനത്തിനിടെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ മോദി സന്ദർശിച്ചു. ഈ രാജ്യങ്ങളുമായി നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യക്ഷേമത്തിനായുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയെ ആദരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. FAO 2026 അഭിമാനകരമായ അഗ്രികോള മെഡലും പ്രധാനമന്ത്രിക്ക് നൽകി. ഞങ്ങളുടെ മഹത്തായ സ്വാഗതത്തിനും അഗ്രികോള മെഡൽ നൽകി ആദരിച്ചതിനും FAO ഡയറക്ടർ ജനറലിന് എന്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദപരമായ വാക്കുകൾക്കും FAOയ്ക്ക് അദ്ദേഹം നൽകിയ വർഷങ്ങളുടെ സംഭാവനയ്ക്കും ഞാൻ നന്ദിയുള്ളവരാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഈ ബഹുമതി എനിക്ക് മാത്രമല്ല, ഇന്ത്യയിലെ കോടിക്കണക്കിന് കർഷകർ, കന്നുകാലി വളർത്തുകൾ, മത്സ്യത്തൊഴിലാളികൾ, കാർഷിക ശാസ്ത്രജ്ഞർ, നമ്മുടെ തൊഴിലാളികൾ എന്നിവർക്കുള്ളതാണ്. ഇത് മനുഷ്യക്ഷേമം, ഭക്ഷ്യസുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ കേന്ദ്രബിന്ദുവായ ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കുള്ള ഒരു ബഹുമതി കൂടിയാണ്. ഞാൻ ഈ മെഡൽ അങ്ങേയറ്റം വിനയത്തോടെ സ്വീകരിക്കുകയും ഇന്ത്യയിലെ ഭക്ഷ്യദാതാക്കൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഊർജം, പ്രതിരോധം, നിർണായക ധാതുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഒപ്പുവെച്ച 5 രാഷ്ട്ര പര്യടനത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി റോമിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. മെയ് 15 പ്രധാനമന്ത്രി തന്റെ പര്യടനം ആരംഭിച്ചു. നിരവധി ദിവസങ്ങളിലായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവ സന്ദർശിച്ചു. ഇറ്റലിയിൽ പ്രധാനമന്ത്രി മോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ചർച്ചകൾ നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തി. സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ, ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ്, നോർവേയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് എന്നിവയും പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ചു. അതേസമയം മോദി സർക്കാരിന്റെ കേന്ദ്രമന്ത്രിസഭയിൽ വലിയ രീതിയിലുള്ള പുനഃസംഘടന നടക്കുമെന്ന ശക്തമായ അഭ്യൂഹങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി അധ്യക്ഷതയിൽ ഇന്ന് നിർണായക കൗൺസിലിംഗ് ഓഫ് മിനിസ്റ്റേഴ്സ് യോഗം ചേരും. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു വിപുലമായ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. യോഗത്തിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള സംസ്ഥാന മന്ത്രിമാർ, മറ്റ് സഹമന്ത്രിമാർ എന്നിവരെല്ലാം പങ്കെടുക്കും. വിവിധ മന്ത്രാലയങ്ങളുടെ പ്രവർത്തനം, മുൻപ് കൈക്കൊണ്ട പ്രധാന തീരുമാനങ്ങളും അവയുടെ ഫലങ്ങളും, ഭാവി പദ്ധതികൾ തുടങ്ങിയവ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. 5 വിദേശ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കിയ ഒടുവിൽ ഇറ്റലിയിൽ നിന്നും മടങ്ങിയെത്തിയ ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നിർണായക യോഗം വിളിച്ചു ചേർത്തത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധ പ്രതിസന്ധികൾക്കിടയിൽ നടക്കുന്ന ഈ യോഗത്തെ രാജ്യം മുഴുവൻ അതീവ ശ്രദ്ധയോടെയാണ് ഉറ്റുനോക്കുന്നത്. മന്ത്രാലയങ്ങളുടെ പ്രവർത്തന വിലയിരുത്തലിനൊപ്പം രാജ്യം നേരിടുന്ന നിലവിലെ സാമ്പത്തിക വെല്ലുവിളികളും ചർച്ചയാകുന്ന സാഹചര്യത്തിൽ സർക്കാർ എന്തെങ്കിലും വലിയ പ്രഖ്യാപനങ്ങൾ ഇന്ന് നടത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.